മുടി വെച്ച് മറയ്ക്കുന്നത് എന്തിനാ? ഇതൊക്കെ കാണിക്കാനല്ലേ ഇങ്ങനെയുള്ള ഡ്രസ് ഇട്ടത്? പിന്നെ ആരെ കാണിക്കാനാ ഈ ഒരു അഭിനയം? ഡ്രസ് തയ്ക്കുമ്പോൾ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് ഇടുന്നതിന് മുമ്പേ തന്നെ റെഡിയാക്കാമല്ലോ. മാന്യമായിട്ടുള്ള വസ്ത്രം ധരിക്കുക. എല്ലാം കാണിച്ചു നടക്കുന്നത് സുധിച്ചേട്ടൻ ഇഷ്ടമായിരിക്കും എന്നായിരിക്കും പറയാൻ പോകുന്നത് അല്ലേ? കുറച്ചൊക്കെ പുറത്ത് കാണിച്ചാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആകുന്നെങ്കിൽ ആയിക്കോ. കുറച്ചൊക്കെ വില കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. ഈ പെണ്ണുമ്പോൾ തന്നെ അതൊക്കെ കളഞ്ഞു. ഭർത്താവ് മരിച്ച സ്ത്രീ അഭിനയിക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ മാന്യമായിട്ടുള്ള ഒരു ഡ്രസ് ധരിക്കാമല്ലോ. സുധിച്ചേട്ടൻ വാഗത്താനത്തിന് അഭിമാനമായിരുന്നു. ഇതെന്താകുമോ എന്തോ. ഹേ ഗൈസ്, രേണു സുധി സോഷ്യൽ മീഡിയ ഭരിക്കുന്ന കാലാണിത്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാലോ, അവർക്കെതിരെയുള്ള എലിഗേഷൻസും കോൺട്രവേഴ്സീസും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഒന്നാമത്തത് ദാസേട്ടൻ കോഴിക്കോടിന്റെ കൂടെയുള്ള ഒരു ഫസ്റ്റ് റീല്. പിന്നെ രണ്ടാമത് അത് സംബന്ധമായിട്ട് അവരെ ഹരാസ് ചെയ്യുക, സോഷ്യൽ മീഡിയയിൽ അറ്റാക്ക് ചെയ്യുക, സൈബർ ബുള്ളിങ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് അവർ വീണ്ടും ഓൺലൈൻ മീഡിയാസിന് കൊടുത്തുകൊണ്ടിരുന്ന ഒരു ഇന്റർവ്യൂസ്. അതായത് ആ ഇന്റർവ്യൂസിൽ ദാസേട്ടൻ കോഴിക്കോടിന്റെ കൂടെ വീണ്ടും അറ്റാച്ച് ആയിട്ട് വയറ് പിടിക്കുക, അവിടെ തോണ്ടുക, റൊമാൻസ് കാര്യങ്ങൾ മാത്രം പിടിച്ച് ഇത് കാണുന്ന ആളുകളെ വീണ്ടും വെറുപ്പിക്കുക എന്ന രീതിയിൽ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി വീണ്ടും ഒരു വിവാദമായിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് മൂന്നാമതൊരു വിഷയം എന്ന് വെച്ചാൽ പുള്ളിക്കാരിന്റെ ഡ്രസ്സിംഗ് ആണ് ഇപ്പോൾ വിഷയം. അവരുടെ ചുരിദാർ ആവട്ടെ അല്ലെങ്കിൽ സാരി ആവട്ടെ ഒക്കത്തിലും അവരവരുടെ ചെസ്റ്റ്, വയറ് ഒക്കെ കാണിച്ചു തുടങ്ങി എന്നാണ് ഭൂരിഭാഗം ആളുകൾ പറയുന്നത്. അതായത് ഇപ്പൊ കുറേശ്ശെ കാണിച്ചു തുടങ്ങി എന്നാണ് പറയുന്നത്. ഞാനിപ്പോ 2-3 ആൾക്കാരുടെ തംബ്ലൈൻസ് കാര്യങ്ങൾ വീഡിയോസ് ഒക്കെ കണ്ടു. പോരാത്തതിന് രേണു സുധീന്റെ ഏതോ ഒരു ഇനാഗുറേഷൻ സംബന്ധമായിട്ടുള്ള വീഡിയോയും കണ്ടു. അതിൽ അവർ ഇട്ടിരിക്കുന്ന ഡ്രസ്സിൽ അവരുടെ ചെസ്റ്റ് വല്ലാതെ കാണിക്കുന്ന രീതിയിൽ, അതായത് ആ ഒരു ലൈനും കാര്യങ്ങളൊക്കെ കാണുന്ന രീതിയിൽ തന്നെയാണ് അവർ ഡ്രസ്സ് ഇട്ടിട്ടുള്ളത്. പക്ഷെ അവർ സംസാരിക്കുന്ന സമയത്ത് മുടി വെച്ചിട്ടും കൈ വെച്ചിട്ടും ഒക്കെ അത് മറയ്ക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഒരുപക്ഷെ അത് ആ ക്യാമറ അത്രയും സൂം ചെയ്ത ആൾക്കാർ, നമ്മുടെ ഹണി റോസിന്റെ വിഷയത്തിൽ നമുക്കറിയാം, വേറെ ആളുകളുടെ വിഷയത്തിൽ നമുക്കറിയാം, ഒരു ആംഗിളിൽ നിന്ന് ക്യാമറ പിടിക്കുന്ന സമയത്ത് അത് നന്നായിട്ട് പ്രൊജക്ട് ചെയ്യുന്ന രീതിയിൽ ലേഡീസിന്റെ ആ ഒരു ചില ഭാഗങ്ങൾ നന്നായിട്ട് പ്രൊജക്ട് ചെയ്ത് കാണുന്ന പോലെ നമുക്ക് കാണും എന്നുള്ള കാര്യം നമുക്ക് അറിയാം. അപ്പം അതേപോലെ തന്നെ ആളുകൾ ക്യാമറയും കൊണ്ട് വന്നപ്പോഴായിരിക്കാം രേണു സുധി അവരുടെ ചെസ്റ്റ് മറച്ചിട്ടുണ്ടായിരിക്കാം. പിന്നെ സോഷ്യൽ മീഡിയാസിൽ കുറെ ആൾക്കാർ മാറുമറയ്ക്കൽ സമരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് കണ്ടു. എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഞാൻ പറയട്ടെ, മാറുമറയ്ക്കൽ സമരം എന്ന് പറയുന്നത് പണ്ട് കാലത്ത് നമുക്ക് പൂർവികർ നേടി തന്നത് ചെസ്റ്റ് മുഴുവനായിട്ട് മറയ്ക്കാതെ നമ്മളത് ഓപ്പണായിട്ടിട്ട് നടക്കുന്ന ഒരു സമ്പ്രദായം താഴ്ന്ന ജാതിക്കാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടാണ്, അതായത് മാറുമറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പൂർവികർ നമുക്ക് ആ ഒരു സംഭവം കുറെ മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് വാങ്ങി തന്നിട്ടുള്ളത്. പക്ഷെ നമ്മുടെ നാട്ടിൽ, കേരളത്തിലാവട്ടെ, ഇപ്പോഴും നമ്മൾ ആ ഒരു സംസ്കാരം കളഞ്ഞു കുളിച്ചുകൊണ്ട് മാറിടം പൂർണ്ണമായി തുറന്നു കാട്ടിക്കൊണ്ട് എവിടെയും നടക്കുന്നില്ല. ഓക്കെ, ഫാഷൻ കാര്യങ്ങളൊക്കെ കാലം പോകുന്നതിനനുസരിച്ച് കുറച്ച് ആൾക്കാർ, വളരെ വിരളമായി കുറച്ച് പേര് ചെറിയൊരു ചെസ്റ്റിന്റെ ലൈനും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അത് ഇല്ല എന്ന് പറയുന്നില്ല. എന്നിരുന്നാലും നമുക്ക് നമ്മുടെ പഴയ നീലത്താമര സിനിമയെ കണ്ട ആൾക്കാർക്ക് അറിയാം. അതിൽ ആ സിനിമയിൽ നമ്മൾ അർച്ചന കവിയാന്ന് തോന്നുന്നു, അർച്ചന കവി പോലുള്ള വേലക്കാരി ആളുകൾ അപ്പോഴും ധരിച്ചിരുന്ന വസ്ത്രങ്ങളിൽ അവരുടെ മാറിടത്തിന്റെ ചെറിയൊരു ഭാഗം അല്ലെങ്കിൽ ആ ഒരു വരയൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ പഴയ സിനിമകളും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഈ ഉണ്ണിയാർച്ചേന്റെ പടം, പിന്നെ പഴയ സിനിമകളുണ്ടല്ലോ, ആരോമൽ ചേകർ, അതൊക്കെ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ കാണാൻ പറ്റും. അന്നും ആ ആളുകളൊക്കെ അത് ഇതാക്കിയിട്ടുണ്ട്. പിന്നെ മുലക്കച്ചയോ പഴശ്ശിരാജ സിനിമയിലൊക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. അപ്പം അതും ഇതുമായിട്ട് നമ്മൾ കുഴച്ചു കൂട്ടേണ്ട ആവശ്യമില്ല. മാറുമറക്കൽ സമരം വേറെ, ഈ ഒരു ചെറിയ ഭാഗങ്ങൾ കാണിക്കുന്നത് വേറെ. ഓക്കെ, ഇനിയിപ്പോൾ നാളെ പിറ്റേന്ന് ആളുകൾ ഇത് തുറന്നിട്ടിട്ട് നാട്ടിൽ കൂടെ നടക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം അന്ന് സമരക്കാർ സമരം ചെയ്ത് നമുക്ക് ആ ഒരു സ്വാതന്ത്ര്യം വാങ്ങി തന്നത് വെറുതെയായി പോയി എന്നുള്ളത്. രേണു സുധീൻ്റെ ഒരു കേസ് കെട്ടിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, നമ്മുടെ വലിയ ബോളിവുഡ് ആക്ടേഴ്സ് അല്ലെങ്കിൽ പോട്ടെ വേറെ ഈ രശ്മിക മന്ദാന, പിന്നെ അറിയുന്നു ആലിയ ഭട്ട്, ഇവരൊക്കെ മീഡിയയ്ക്ക് മുമ്പിലേക്ക് ഒരു മൈക്കോ ക്യാമറയോ കാണുമ്പോഴേക്കും സ്വന്തം ഭാഗം കാണുന്ന രീതിയിൽ അത് തുറന്നു വെച്ച് കാണിച്ചു കൊടുക്കുന്നതും രേണു സുധി അത് വെച്ച് മുടി വെച്ചിട്ടും കൈ വെച്ചിട്ടും അത് മറയ്ക്കാൻ ശ്രമിക്കുന്നതും നിങ്ങൾ കണ്ടിട്ടില്ലേ എന്നെനിക്ക് ചോദിക്കേണ്ടി വരുന്നു. അത് രണ്ടും തമ്മിൽ വ്യത്യാസമില്ല. ഒരു കൂട്ടർ തുറന്നു കാണിക്കുന്നു, ഇവരത് അടച്ചു വെക്കുന്നു. ഈ കോസ്റ്റ്യൂം ഡിസൈനേഴ്സും കാര്യങ്ങളും കൊടുക്കുന്ന കോസ്റ്റ്യൂമാണ് രേണു സുധി ധരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ അത് ഡിസ്കംഫർട്ടബിൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ അവരത് പുറത്ത് പറയുന്നുണ്ടായിരിക്കില്ല. കാരണം അവരിപ്പം കുറേശ്ശെ ഫെയിം അർഹിച്ച് വരുന്നതേ ഉള്ളൂ, അതുകൊണ്ടൊക്കെ ആയിരിക്കാം. പിന്നെ ഈ ഒരു വയറ് കാണുന്ന സീനിത, ഈ ഒരു റീലിലാണ് അവരുടെ വയറ് കാണുന്നു എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളോട് പറയട്ടെ, അവർ എഴുന്നേൽക്കുന്ന സമയത്ത് കാണുന്ന ആ ഒരു സാധനം കറക്റ്റ് പ്രൊജക്റ്റ് ചെയ്ത് സൂം ചെയ്തിട്ടൊക്കെയാണ് ആൾക്കാർ അത് വീഡിയോ ആക്കി ഇറക്കിയിട്ടുള്ളത്. അതിൻ്റെ ആ ഒരു ഒറിജിനൽ വേർഷനിൽ അവർ ഇരിക്കുന്നത് നേരെ എഴുന്നേൽക്കുന്ന സമയത്ത് യാദൃശ്ചികമായി കാണുന്നത് അവരത് കവർ ചെയ്യുന്നു. അത് സ്ലോ മോഷനിൽ ഇട്ടിട്ട് വരെയാണ് ആൾക്കാർ കാണുന്നത്. നിങ്ങൾ ഈ മറ്റുള്ളവരെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ ഇങ്ങനെ സ്ലോ മോഷനിൽ ഇട്ടിട്ടും
അല്ലാണ്ട് സൂം ചെയ്തിട്ടും ക്യാമറ മേലെ നിന്ന് താഴേക്ക് പിടിച്ചിട്ടും ബ്രസ്റ്റിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ചെരിച്ചു പിടിച്ചിട്ടും ഇതൊന്നും മറ്റുള്ളവർ ചെയ്യുന്നത് നിങ്ങൾക്ക് ശരിയായി തോന്നുന്നില്ല. ഒരു സ്ത്രീ അവർക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സ് ധരിക്കുന്ന സമയത്ത് അതിലെ ചെറിയൊരു ഭാഗം എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഒരു സ്ത്രീ അത് തുറന്നു കാണിക്കുന്നു എന്നുള്ളത് പറയാൻ മാത്രമേ ആളുകൾക്ക് കഴിയുന്നുള്ളൂ എന്ന് കരുതി ഒരു സ്ത്രീ അത് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കട്ടെ, തുറന്ന് കാണിക്കട്ടെ എന്ന് ഞാൻ പറയുന്നില്ല. താല്പര്യമുള്ളവർ അവർക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കട്ടെ. രേണുസുധീൻ്റെ കേസായിട്ട് നോക്കുകയാണെങ്കിൽ അവർ സ്ലീവ്ലെസ് ഇടുന്നുണ്ട്. കേരളത്തിലെ ഭൂരിഭാഗം സ്ത്രീകളും സ്ലീവ്ലെസ് ഇടുന്ന ആൾക്കാരാണ്. അവരുടെ ശാരീരിക പ്രകൃതി അനുസരിച്ച് സ്ലീവ്ലെസ് ഇടുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ക്രോപ്പ് ടോപ്പ് ഇടുന്നത് കൊണ്ടോ ജീൻസ് ഇടുന്നത് കൊണ്ടോ ഒരു വൃത്തികേട് തോന്നുന്നില്ല. പോരാത്തതിന് ഭയങ്കര വൾഗറായിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ രേണുസുധി എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരിനെ ഞാൻ കണ്ടിട്ടില്ല. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ അവസാനമായിട്ട് ഞാൻ ചെയ്ത വീഡിയോയ്ക്കകത്ത് ഞാൻ രേണുസുധീൻ്റെ ഒരു വിമർശനം എന്ന രീതിയിലല്ല ഒരു ഉപദേശം എന്ന രീതിയിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ട ആൾക്കാർക്ക് അറിയാം. അതായത് അവരെ വീണ്ടും വീണ്ടും ഈ ഒരു നെഗറ്റീവ് ഇമേജ് ക്രിയേറ്റ് ചെയ്തിട്ട് സമൂഹത്തിൽ സ്വന്തമായിട്ടൊരു ഫേസ് അതായത് രേണുസുധി എന്ന് പറയുന്ന സുധിയുടെ ഭാര്യ എന്നുള്ള പേരിലല്ലാണ്ട് രേണുസുധി എന്ന് പറയുന്ന ഒരു ഫേസ് അവർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായി ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയ്ക്ക് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ചെറിയ രീതിയിൽ അവരുടെ ചില കാര്യങ്ങളൊക്കെ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. അതായത് വീണ്ടും വീണ്ടും റൊമാൻസ് മാത്രം പിടിച്ചുകൊണ്ടുള്ള അഭിനയം ആളുകളെ വിമർശനത്തിലേക്ക് നയിക്കുന്ന തരത്തിലുള്ള അവരുടെ പെരുമാറ്റം, ഇന്റർവ്യൂ, സംസാര രീതി, ചെറിയൊരു അഹങ്കാരം, ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് വിമർശിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ ഒരു കേസ് നോക്കുകയാണെങ്കിൽ രേണുസുധി ധരിച്ച വസ്ത്രത്തിൽ എനിക്ക് വലിയ മിസ്റ്റേക്ക് തോന്നുന്നില്ല. ഞാൻ പറയുന്നത് അത് ക്യാമറ കണ്ണുകൾ അവരെ മോശമായി ചിത്രീകരിക്കുന്നു എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. സാരി കാര്യങ്ങൾ വേറെ പല രീതിയിൽ ഉപയോഗിക്കുന്ന മറ്റിഷ്ടംപോലെ നടികന്മാരുണ്ട്, വേറെ ആരൊക്കെ ഉണ്ട്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ രേണുസുധി എന്ന് പറയുന്ന സ്ത്രീ ഒരു വിഡോ അല്ലെങ്കിൽ വിധവ ആയതുകൊണ്ടാണ് ആളുകൾ ഇത്തരത്തിലുള്ള അറ്റാക്കുകൾക്ക് ഇങ്ങനെയുള്ള കണ്ടന്റ് ചൂസ് ചെയ്യുന്നത്. ഈ ഒരു ഡ്രസ്സ് അവർക്ക് കൊളാബിന് കിട്ടിയതാണെന്ന് അവർ തന്നെ പറയുന്നുണ്ട് അവരുടെ വീഡിയോയ്ക്കകത്ത്. ഈ ഡ്രസ്സ് ഇങ്ങനെ കിട്ടിയതാണ്. അങ്ങനെ കിട്ടിയ ഒരു ഡ്രസ്സിൽ ചെറിയ രീതിയിൽ ചെസ്റ്റ് ഭാഗം കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ശരിയല്ലാത്ത രീതിയിൽ ആളുകൾ പകർത്തിയെടുക്കരുത് എന്ന് കരുതി അവരത് മറയ്ക്കാനും വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇപ്പം അത് മറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് കുറ്റം. കുറേ ആൾക്കാർ പറയുന്നുണ്ട് എന്നാൽ പിന്നെ പറ്റുന്ന വസ്ത്രം ധരിച്ചാൽ പോരെയെന്ന്. ഓരോരുത്തർക്ക് ഓരോ തരത്തിലുള്ള ഡ്രസ്സും കാര്യങ്ങളും കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടാകും. പക്ഷേ ചില സാമൂഹിക കാരണങ്ങൾ അവർ അത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതിൽ നിന്നൊക്കെ വിലക്കും. അപ്പം രേണുസുധീൻ്റെ കേസിൽ കുറേ പേര് പറഞ്ഞു നിങ്ങൾ ഭർത്താവ് മരിക്കുന്നതിന് മുമ്പ് ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ലായിരുന്നല്ലോ, അങ്ങനത്തെ ഡ്രസ്സുകളൊന്നും ധരിച്ച് കണ്ടില്ലല്ലോ. സുധിക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് രേണു അതിൽ നിന്നൊക്കെ. ഇപ്പം നമ്മുടെ കേരളത്തിലെ സ്ത്രീകളുടെ അവസ്ഥ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. ഭർത്താവിൻ്റെ ഇഷ്ടങ്ങൾക്ക് അപ്പുറം പോകാണ്ട് സ്വന്തം ഇഷ്ടങ്ങൾ കടിച്ചമർത്തി ജീവിക്കുന്ന ഒരുപാട് പെണ്ണുങ്ങളുണ്ട്. അത്തരത്തിലൊരു സ്ത്രീ ആയിരിക്കാം രേണു. അതുകൊണ്ടായിരിക്കാം രേണു ഭർത്താവ് മരിച്ചതിന് ശേഷം തൻ്റെ ഇഷ്ടങ്ങൾക്ക് ചിറക് കൊടുത്ത് തുടങ്ങിയത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പം ഭർത്താക്കന്മാരുള്ള ഭാര്യമാർക്കറിയാം ഭർത്താക്കന്മാർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ അധികം അവർ ചെയ്യാൻ വേണ്ടി പോവില്ല. ആൾക്കാർ പാരൻസിനെ പേടിച്ചിട്ട്, സഹോദരനെ പേടിച്ചിട്ട്, ഭർത്താവിനെ പേടിച്ചിട്ട്, അല്ലെങ്കിൽ അവർ റെസ്പെക്ട് കൊണ്ടൊക്കെ ചെയ്യാതെ സ്വന്തം ഇഷ്ടങ്ങളെ കടിച്ചമർത്തി നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അത്തരത്തിലുള്ള ഒരു ആളായിരുന്നിരിക്കണം രേണുസുധി. ശേഷം കൊല്ലം സുധിയുടെ മരണത്തിന് ശേഷം തൻ്റെതായ ഇഷ്ടങ്ങൾക്ക് ജീവൻ വെപ്പിച്ച് തുടങ്ങിയിട്ടുണ്ടാവണം. അതുകൊണ്ടായിരിക്കും അവർ ഇങ്ങനെയുള്ള ഡ്രസ്സുകൾ ധരിക്കുന്നത്. നിങ്ങൾക്ക് എന്തുകൊണ്ട് അതൊരു പോസിറ്റീവ് സൈഡിൽ കണ്ടുകൂടാ? ഈ രേണുസുധി മാത്രമല്ല ചെസ്റ്റ് കാണിച്ചുള്ള ഡ്രസ്സും കാര്യങ്ങളും ഇങ്ങനെ ഇടുന്നത്. അവരെ പോലെ മറ്റ് പലരും ഉണ്ട്. അതായത് രേണുസുധി ഇപ്പോൾ 2 മക്കളുടെ അമ്മയാണ്. നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിനെ നോക്കിയേ. എത്ര ആൾക്കാർ, ഞാൻ ഒരാളുടെ പേര് സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയുന്നില്ല, ഫോട്ടോയും കൊടുക്കുന്നില്ല. നിങ്ങൾ ജസ്റ്റ് ഇനി റാൻഡമായിട്ട് കാണുന്ന സ്ത്രീകളെ മെയിൻലി നോക്കിയാൽ മതി. അവർ ധരിക്കുന്ന വസ്ത്രങ്ങളും കാര്യങ്ങളൊക്കെ, വിവാഹം കഴിഞ്ഞ ആൾക്കാർ എസ്പെഷ്യലി. അവരുടെ ആരുടെയും പുറകെ പോകാതെ എപ്പോഴും രേണുവിനെ മാത്രം ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നത് ശരിയല്ല. ഈ വസ്ത്രത്തിന്റെ കാര്യത്തിൽ എന്ന് ഞാൻ പറയുന്നില്ല. അവരുടെ ചില സമയത്ത് സംസാരങ്ങളും പ്രതികരണവും കേൾക്കുന്ന സമയത്ത് നമുക്കൊരു അഹങ്കാരവും പുച്ഛമൊക്കെ തോന്നുമെങ്കിലും ചിലപ്പോൾ അത് അവരുടെ ആത്മവിശ്വാസം ധൈര്യമായിരിക്കാം. അവിടെ എനിക്കും പലപ്പോഴും തെറ്റ് പറ്റിയിട്ടുണ്ട്. ഒരുപാട് പേരുടെ കമന്റും ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഒരു പക്ഷേ അവരുടെ ടോൺ അങ്ങനെയായിരിക്കാം, നേച്ചർ അങ്ങനെയായിരിക്കാം, അറിയില്ല. നമുക്ക് അവരെ ഡയറക്റ്റ്ലി അറിയാത്തതുകൊണ്ട് നമുക്ക് അവരുടെ ഒരു വ്യക്തിത്വം എന്താണെന്ന് അറിയില്ല. നമ്മൾ ഒരാളെ പറ്റി അങ്ങനെ കൂടുതലായിട്ട് വിമർശിക്കുന്നത് ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. രേണുസുധി അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കട്ടെ. ഒരു ഇനാഗുറേഷന് പോകുന്ന സമയത്ത് അവർ കുറച്ച് നല്ല ഭംഗിയുള്ള ഡ്രസ്സ് ഇട്ടു. ആ ഡ്രസ്സ് കാണാൻ നല്ല ഭംഗിയുണ്ട്. ആ ഒരു മേക്കപ്പും ഡ്രസ്സും അവർക്ക് ഒരുപാട് നന്നായിട്ട് ചേരുന്നുണ്ട്. പിന്നെ ചെസ്റ്റിൻ്റെ ഒരു ചെറിയ വശം കണ്ടു എന്ന് കരുതി അവർ ഒരു മോശപ്പെട്ട സ്ത്രീ എന്തായാലും ആകുന്നില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. രേണുസുധീനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ സപ്പോർട്ട് ചെയ്യുക, നെഗറ്റീവ് പറയുന്ന ആൾക്കാർ നെഗറ്റീവ് പറയുക എന്ന് ഞാൻ പറയുന്നില്ല. ഒരാളെ മോശം പറയാൻ നമ്മൾ പ്രോത്സാഹനം കൊടുക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാന്യമായ രീതിയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. രേണുവിനെ കുറിച്ചിട്ടാണെങ്കിലും ആരെ കുറിച്ചിട്ടാണെങ്കിലും. ഓക്കെ, മറ്റൊരു വീഡിയോ കാണുന്നതുവരെ ബൈ.